ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ലോങ് വീഡിയോ ഇടാൻ പോവുകയാണ്. അതൊരു കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ കുറേ നാളിന് ശേഷം എനിക്ക് മത്തി കിട്ടിയപ്പോൾ അതങ്ങ് കുക്ക് ചെയ്യുന്നതും എല്ലാമായിട്ട് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് മത്തിയല്ല, മത്തി പോലെ തന്നെ വേറിരിക്കുന്ന ഒരു നല്ല മുള്ളൊക്കെ ഉള്ള ഒരു മീനാണ്. അപ്പോൾ ആദ്യമായിട്ട് ലോങ് വീഡിയോ ചെയ്യുന്നതിൻ്റെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. വോയിസ് ഓവറൊന്നും ചെയ്തത് ശീലമില്ല. ചെറിയ ഷോർട്സൊക്കെ ഇടുമ്പോൾ മ്യൂസിക് കയറ്റിയിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വലുതായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മീനെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് ആ ചെതുമ്പലിൻ്റെ ഉടുമ്പ് മണമൊക്കെ അങ്ങ് പോകണമല്ലോ. അതിനുശേഷം കറി വയ്ക്കാനും വറക്കാനുമായിട്ട് 2 സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ വറക്കാനുള്ളത് അങ്ങ് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അത് വരിഞ്ഞ് വെച്ചു. ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കി എടുക്കുവാണ്. ഞാൻ ഇതേപോലെയാണ് പേസ്റ്റാക്കി എടുക്കുന്നത്. ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇതെല്ലാം കൂടെ കുറച്ച് നാരങ്ങാനീരും ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ വറുത്ത മീനുള്ള മസാല റെഡിയാക്കുകയാണ്. നമുക്ക് എന്തായാലും കറി വയ്ക്കുന്നതിനേക്കാളും എല്ലാവർക്കും വറുക്കുന്ന മീനോടായിരിക്കും കൂടുതൽ താല്പര്യം. എനിക്ക് അങ്ങനെ തന്നെയാണ്. പിന്നെ ഇത് നല്ല മുള്ളായിരുന്നു. കറി വെച്ചപ്പോഴായാലും നല്ല മുള്ളൻ മീനായത്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ മത്തി കഴിക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ നിൽക്കുന്നിടത്ത് കൂടുതലും നമ്മുടെ ചൂരയും സാൽമണും ഒക്കെയാണ് കൂടുതൽ കിട്ടാറ്. അതും നല്ല ഫ്രോസൺ ആയിട്ടാണ് കിട്ടുന്നത്. ഫ്രഷ് ഒന്നും അങ്ങനെ കിട്ടാറില്ല. അപ്പം വളരെ ബുദ്ധിമുട്ടാണ് മീനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലെ കൂട്ടുള്ള പല വെറൈറ്റീസ് മീനൊന്നും ഇവിടെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഡെയിലി ഓരോരോ മീനുകളല്ലേ കിട്ടാറ്. ഇവിടെ അങ്ങനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കൊക്കെയാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പം നമ്മളങ്ങ് മടുക്കും. ഒരാഴ്ചത്തേക്ക് നമ്മൾ കണ്ടിന്യൂസ് സെയിം മീൻ തന്നെ കഴിക്കും തോറും നമ്മളത് മടുക്കും അങ്ങ് കൂടുതലും. അപ്പം മീൻ വയ്ക്കാനുള്ള ഉള്ളിയെല്ലാം ഞാൻ അരിഞ്ഞിട്ടുണ്ട്. സവോളയാണ് എടുക്കുന്നത്. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. സവോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത്, കൊച്ചുള്ളി കിട്ടാൻ ഇല്ലല്ലോ. അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി സവോളയും കൂടെ ഞാൻ അത് മൂക്കാനായിട്ട് വെച്ചപ്പോഴത്തേക്ക് നമുക്ക് മസാലയെല്ലാം റെഡിയാക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി. മീൻ കറി വെക്കാൻ പിന്നെ നമ്മുടെ ആൾക്കാരെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തത് കൊണ്ട് നിങ്ങളിതൊക്കെ കേട്ടുകൊണ്ടിരിക്കൂ. ഓക്കെ. അപ്പോൾ നമ്മുടെ മസാല എല്ലാം മൂപ്പിക്കാൻ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് മൂത്ത് നല്ല പച്ചമണം മാറണം. അതിനുശേഷം പുളി ഇടുക. നമ്മുടെ നല്ല കുടംപുളി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല കുടംപുളിയാണ്. പിന്നെ തക്കാളി ഇടുക. എല്ലാവരും തക്കാളി ഇടുമോ? ഞങ്ങളുടെ അവിടെ തക്കാളി ഇടും കേട്ടോ. എൻ്റെ അമ്മായിയമ്മയൊക്കെ നല്ല പുളി ഇടും, തക്കാളി ഇടും. നല്ല ടേസ്റ്റാണ്. എൻ്റെ അമ്മായിയമ്മയുടെ അടുത്തു നിന്നാണ് ഞാൻ ഇതെല്ലാം പഠിച്ചിരിക്കുന്നത്. അമ്മായിയമ്മയല്ല, അമ്മയാണ്. പിന്നെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും 2 രീതിയിലാണ് മീൻകറി വെക്കാറുള്ളത്. ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ വഴറ്റി ഇങ്ങനെ മുളക് വെക്കുന്നത്. അത് നല്ല നീട്ടിയാണ് വെക്കുന്നത്. എൻ്റെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മ കൂടുതലും കലക്കിയാണ് വെക്കാറ്. അതും പറ്റിച്ച്. ഞങ്ങളുടെ അച്ഛന് നന്നായിട്ട് പറ്റിച്ചെടുക്കണം. ഒഴിക്കാൻ ചാറ് കാണത്തില്ല. അതിന് പണ്ട് കൊച്ചുനാളിലൊക്കെ ഞാനിങ്ങനെ വഴക്കിടുമായിരുന്നത്, ഇത് ഒഴിക്കാനില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നേരെ തിരിച്ച് നല്ല നീട്ടിയാണ് കറി വയ്ക്കാറുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു അവിയലൂടെ അങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉള്ള പച്ചക്കറി ഇട്ടിട്ട് എല്ലാം ഉള്ള പച്ചക്കറി എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു അവിയലിനങ്ങ് റെഡിയാക്കി. കാര്യം എത്ര മീൻകറി ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു പച്ചക്കറി ഇല്ലെങ്കിൽ എന്തോ ഒരു മനസ്സിനൊരു സമാധാനക്കേടാണ്. അതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് അവിയലും അങ്ങ് റെഡിയാക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻകൂട്ടം തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് കുരുമുളക് കൂടി ഇട്ട് അതിനെ അങ്ങ് സെറ്റാക്കിയ കുരുമുളക് അവസാനം ഇങ്ങനെ ചെതറി ഇടുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇതിപ്പം നല്ല വെള്ളം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ അത് ഇരുന്ന് പറ്റിക്കോളും. ഞാൻ കുറച്ചുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ടാണ് അത് ഓഫാക്കിയത്. അതിനുശേഷം നമ്മുടെ അവിയൽ ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് വലിയ കഷ്ണങ്ങളൊന്നുമില്ല. ക്യൂക്കുംബറുണ്ട്, ടൊമാറ്റോ ഉണ്ട്, സവോള ഉണ്ട്, പിന്നെ ക്യാരറ്റ്, പൊട്ടറ്റോ, ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള. വേറെ ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ പച്ചമുളകും, ഇതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനിങ്ങിലോട്ട് കയറിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇതാണ് സഹിക്കാൻ പറ്റാത്ത കാര്യം. മീൻ വെട്ടിയതല്ലേ. നമ്മുടെ നാട്ടിലെ കൂട്ട് പറമ്പിലും അയ്യത്തും പോയിരുന്ന് വെട്ടുന്ന കൂട്ട് ഇവിടെ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വാഷ് ബേസിനും അവിടെ ഇവിടെ എല്ലാം വൃത്തിയായിട്ട് കഴുകിയില്ലെങ്കിൽ നന്നായിട്ട് നാറാൻ തുടങ്ങും.
ആരെങ്കിലും കയറി വരുമ്പോൾ നാറല്ലോ എന്നുള്ള ഇതും കൊണ്ട് ഞാൻ എല്ലാം അത് തന്നെ വൃത്തിയാക്കി അവിടുത്തെ ആ മാർബിളെല്ലാം നന്നായിട്ട് സോപ്പിട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. കാര്യം അവിടെയൊക്കെ തെറിച്ച് വീണായിരുന്നു. ഇത് പിന്നെ ഒരു ലോഷനാണ്, നല്ല തിക്കായിട്ടുള്ള ലോഷനാണ്. നമ്മൾ കൈ കൊണ്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് കുറച്ച് അതിൻ്റെ സിങ്കിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ ആ സ്മെല്ലൊക്കെ അങ്ങ് പൊയ്ക്കോളും, അങ്ങ് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കും ഇത്. നല്ല ഒരു നല്ലൊരു ലോഷനാണ്. ക്ലീനിങ് ഉപയോഗിക്കും, നമുക്ക് എവിടെ ആയാലും ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നല്ല കറകളൊക്കെ, നല്ല കട്ട കറകളൊക്കെ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് പോയിക്കോളും. അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് പഴയതുപോലെ സാധനങ്ങളെല്ലാം തിരിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തത് എന്താണ്? അവിയൽ കുട്ടൻ റെഡിയായിട്ടുണ്ട്. അവിയലിനകത്തോട്ട് ഇനി നമുക്ക് അരപ്പിടാം. അരപ്പിനായിട്ട് ഞാനിവിടെ നമുക്ക് ഫ്രഷ് കോക്കനട്ട് കിട്ടില്ല, അപ്പം ഞാൻ കോക്കനട്ട് പൗഡർ എടുക്കുന്നത്. മറ്റേ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ, അത് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കും. അപ്പോൾ ആ പൗഡറിൻ്റെ ഒരു ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണ്. കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറും അങ്ങ്. അതിനകത്തോട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടി ഇട്ടിട്ടാണ് ഞാൻ അരപ്പ് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ കൊച്ചുള്ളി ഒന്നും അരയ്ക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ വെളുത്തുള്ളി ഓൾറെഡി അങ്ങ് അവിയലൊക്കെ ഇടും. നമ്മൾ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് തട്ടിക്കൂട്ട് അവിയലൊക്കെ പറ്റത്തുള്ളൂ. നാട്ടിലെ കൂട്ട് വിഭവസമൃദ്ധമായി ഒന്നും നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ അതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ മസാല എല്ലാം പുരട്ടി വെച്ചിരുന്ന മീൻ എടുത്തിട്ട് വറക്കാനായിട്ട് റെഡിയാക്കുകയാണ്. ആദ്യം തന്നെ മീനെല്ലാം മസാല പുരട്ടി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അപ്പം കുറച്ച് നേരം അതിരുന്ന് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അതിന് ശേഷം ഓരോന്നായിട്ട് മീൻ ഇങ്ങനെ പെറുക്കിയിട്ട് അടുക്കി വെച്ച് കൊടുക്കുക. ഇതിപ്പം വൃത്തിയായിട്ടൊന്നും അല്ല അടുക്കി വെച്ചേക്കുന്നത്, എന്നാലും കുഴപ്പമില്ല. ഒരു സൈഡ് മുരിഞ്ഞു, നമുക്ക് അടുത്ത സൈഡൂടെ മുരിച്ചെടുക്കാം. ഇത് വറുത്തെടുക്കുന്നത് തിന്നാനായിരുന്നു, മൊത്തം മുള്ളായിരുന്നു. അപ്പോൾ കറികളെല്ലാം വെന്തു. ഇനി ഉച്ചയൂണ് സമയം എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് 2-2:30 മണിയായി. വീഡിയോ എടുപ്പും കുക്കിങ്ങും എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്കൊരു സമയമായി. പിന്നെ ഞാൻ പോയി കുളിച്ചു. കാര്യം മൊത്തത്തിൽ നിന്ന് ആറി നിൽക്കുവാന്നല്ലോ. അപ്പോൾ ഓടിപ്പോയി കുളിച്ചിട്ടൂടൊക്കെ വന്നിട്ടാണ് ഫുഡ് എടുക്കുന്നത്. നല്ല ചോറിട്ടു, മീൻകറി ഒഴിച്ചു. ആ കളറ് കണ്ടോ മക്കളെ, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അവിയൽ അങ്ങോട്ട് സെറ്റായില്ല, എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ നേരത്തെ വെക്കുന്ന അവിയലൊക്കെ നന്നായിട്ട് വരുന്നത്, ഇതിപ്പോൾ തട്ടിക്കൂട്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങോട്ട് റെഡി ആയില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. വേറെർക്കും കൊടുക്കാനല്ലല്ലോ, എനിക്കല്ലേ കഴിക്കാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.